ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സീരീസ് ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. LDC അതുപോലെ LGS പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം, പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് ആരാണ്? പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി വൈസ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിലവിൽ നിയമിതനായത് ആരാണ്? ഇഷാഖ് ധറാണ്. ആരാണ്? ഇഷാഖ് ധറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ഇത് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. എവിടെയാണ്? ആൻസർ ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ലോകത്തിൽ ആദ്യത്തെ സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം, അതായത് സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്സിൻ പരീക്ഷിച്ചു ലോകത്തിൽ ആദ്യമായിട്ട്. അതെവിടെയാണ്? ബ്രിട്ടനിലാണ്. അപ്പം ലോകത്തിൽ ആദ്യമായിട്ട് സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യമാണ് ഏത്? ബ്രിട്ടൻ. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? അത് ജഗതി ശ്രീകുമാറാണ്. 2024 പശ്ചിമ ബംഗാളിൻ്റെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് നമ്മുടെ ജഗതി ശ്രീകുമാർ. അർജന്റീനിയൻ പ്രവിശ്യയായ ബ്യൂണസ് ഐറിസിൽ നടന്ന വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത്. അപ്പോൾ 2024 വിശ്വസുന്ദരി മത്സരം നടന്നത് അർജന്റീന പ്രവിശ്യയിലെ ബ്യൂണസ് ഐറിസിലാണ്. പ്രത്യേകതയുണ്ട്, 60 വയസ്സുള്ള ഒരാളെയാണ് വിശ്വസുന്ദരിയായിട്ട് സെലക്ട് ചെയ്തെടുത്തത്. അതായത് 60 വയസ്സുള്ള അലഹാന്ദ്ര മരീസ റോഡിഗ്രിയസ്. അലഹാന്ദ്ര എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അലഹാന്ദ്ര മരീസയ്ക്ക് എത്ര വയസ്സുണ്ട്? 60 വയസ്സുണ്ട്. അപ്പോൾ അവരെയാണ് വിശ്വസുന്ദരിയായിട്ട് ഇപ്രാവശ്യം സെലക്ട് ചെയ്തത്. ഇങ്ങനെ 60 വയസ്സുള്ള ഒരാൾ ആദ്യമായിട്ടാണ് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടുന്നത്. അപ്പോൾ ബ്യൂണസ് ഐറസിൽ വെച്ചിട്ടാണ് ഇത് മത്സരം നടന്നത്. ഓക്കെ ആണല്ലോ. നാസയുടെ ചാന്ദ്രദൗത്യമായ ആർടെമിസിൽ, അപ്പം നാസയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ്? ആർടെമിസ്. ഈ ആർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഡോക്ടർ അനിൽ മേനോനാണ്. അപ്പോൾ ഡോക്ടർ അനിൽ മേനോന്റെ പ്രത്യേകത എന്താണ്? നാസയുടെ ചാന്ദ്രദൗത്യമായ ആർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ആര്? ഡോക്ടർ അനിൽ മേനോൻ. അടുത്ത ചോദ്യം, 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ്? അതിൻ്റെ പേര് യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? അതും ന്യൂഡൽഹിയിലാണ്. അപ്പോൾ എന്താണ്? ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. മ്യൂസിയത്തിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന, നമ്മൾ ഈ പറഞ്ഞ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയത്തിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ സഹായത്തോടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്നത്. അടുത്തത്, 2024 ഏപ്രിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മ വരച്ച ചിത്രമേത്? അപ്പം 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക്, എത്ര രൂപയ്ക്കാണ്? 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് മോഹിനി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മോഹിനി എന്ന ചിത്രം ആരുടേതാണെന്ന് ചോദിക്കാം. അപ്പോൾ അത് ആരുടേതാണ്? രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ്. 2024 17 കോടി രൂപയ്ക്കാണിത് ലേലം ചെയ്തത്. അടുത്തത്,
സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഏതാണ് അത് അമേരിക്കയാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്, 3ാം സ്ഥാനം റഷ്യക്കാണ്, 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പോൾ ഒരു വികസ്വര രാജ്യമായ ഇന്ത്യക്ക് ഈ 4 സ്ഥാനങ്ങളിൽ ഒരെണ്ണത്തിൽ കയറാൻ പറ്റി. അപ്പോൾ 4ാം സ്ഥാനത്താണ് സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയത്. 4ാം സ്ഥാനത്താണുള്ളത്. 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം റഷ്യ, 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് സാക്ഷം. എന്താണ്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് സാക്ഷം. സാക്ഷം എന്നാണ് മൊബൈൽ ആപ്പിന്റെ പേര്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നും ബഹുമതി നേടിയ മലയാളി ആര്? ചിഹ്നഗ്രഹങ്ങൾ, നിങ്ങൾക്കറിയാലോ ചിഹ്നഗ്രഹങ്ങളെ. ഈ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ്. ശ്രേയസ് വൈക്കംകാരനാണ് ശ്രേയസ്. ശ്രേയസ് ആയത് എങ്ങനെയാണ്? ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ്. 2024 ഏപ്രിൽ പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. എന്താണ്? 2024 ഏപ്രിലിൽ പ്രളയം നടന്ന ഒരു രാജ്യമാണ് കെനിയ. ഈ കെനിയയിലെ പ്രളയത്തിൽ കിജാബെ അണക്കെട്ട് തകർന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് കെനിയ. കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കെനിയയിലാണ്. 2024 ഏപ്രിൽ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തം ഏതാണ്? അപ്പോൾ ഗുജറാത്തിലെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ഉപഗ്രഹമായ ലാൻഡ്സാറ്റ് 8 ഒരു ഗർത്തം കണ്ടെത്തി. അതിൻ്റെ പേരെന്താണ്? ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ എന്നാണ്. ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ എന്നതൊരു ഗർത്തമാണ്. ഇത് കണ്ടെത്തിയ ഉപഗ്രഹം നാസയുടെ ലാൻഡ്സാറ്റ് 8 ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ബന്നി സമതലത്തിലാണ്. അടുത്തത്, 11ാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന്റെ വേദി ഏത്? 11ാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന്റെ വേദി ജോർദാൻ ആയിരുന്നു. ജോർദാൻ എവിടെയാണ്? ജോർദാൻ. ഇതിൽ ഇന്ത്യയിൽ പങ്കെടുക്കുന്നതിൽ നിന്നുള്ള ഏക സഹകരണ വകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള VN വാസവനായിരുന്നു. അപ്പോൾ 11ാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന് വേദിയായത് ജോർദാനാണ്. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മന്ത്രിമാർക്കും പങ്കെടുക്കാമായിരുന്നു. പക്ഷേ ഒരേ ഒരു സഹകരണ വകുപ്പ് മന്ത്രി മാത്രമേ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ളൂ. അതാരാണ്? അത് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയായ VN വാസവനാണ്. ആരാണ്? VN വാസവൻ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖമാണ് കാങ്ക-സന്തുറൈ തുറമുഖം. ഏതാണ്? കാങ്ക-സന്തുറൈ തുറമുഖം. അപ്പം ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖത്തിൻ്റെ പേര് കാങ്ക-സന്തുറൈ തുറമുഖം എന്നാണ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 നേടിയത് ഒരു ഇന്ത്യക്കാരനാണ്. അപ്പം ഹരിത നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 നേടിയത് ഒരു ഇന്ത്യക്കാരനാണ്. ചണ്ഡീഗഡ്കാരനായ അലോക് ശുക്ലയാണ്. ചണ്ഡീഗഡ്കാരനായ അലോക് ശുക്ലയാണ് 2024 ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് ലഭിച്ചത്. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്ററിന്റെ പേരാണ് തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം. എന്താണ്? നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്ററിന്റെ പേരാണ് തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം.
ലോകത്താദ്യമായിട്ട് ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷണൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും ആരാണ്? ചൈനയാണ്. അപ്പോൾ ചൈനയാണ് ലോകത്താദ്യമായിട്ട് ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈന. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി നമ്മുടെ സുപ്രീം കോടതിയാണ്. എന്താണ്? സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതിയാണ് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ്. അപ്പം നിർഭയ് എന്താണ്? ഒരു ലോങ് ഡിസ്റ്റൻസ് ക്രൂയിസ് മിസൈലാണ്. ഇത് വിജയകരമായി പരീക്ഷിച്ചത് 2024 ഏപ്രിലാണ്. നിർഭയ് എന്നാണ് ആ ഒരു ക്രൂയിസ് മിസൈലിൻ്റെ പേര്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മിസൈലാണ് ഏത്? ഈ നിർഭയ് എന്നത്. ഇത് ഒഡീഷ തീരത്ത് നിന്നാണ് പരീക്ഷിച്ചത്. മിസൈൽ പൊതുവെ ഒഡീഷ തീരത്ത് നിന്നാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് ഇത് നിർഭയ് എന്നത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ആചരിക്കുന്നത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും മെയ് 3-നാണ്. 2024 മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയാണ്. 159 സ്ഥാനം മാത്രമേ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഉള്ളൂ. അതായത് മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. ഇത് മെയ് 3-നാണ് എല്ലാ വർഷവും ആചരിക്കുന്നത്. ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും മാധ്യമ സ്വാതന്ത്ര്യ സൂചിക തയ്യാറാക്കി ഒരു ഇൻഡെക്സ് ആണത്. അതിൽ 159 സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അടുത്തിടെ അന്തരിച്ച PG ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്തിടെ അന്തരിച്ച ഒരു വ്യക്തിയാണ് PG ജോർജ്. ഇത് ഫുട്ബോൾ ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? PG ജോർജ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേര്? വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. ഈ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിറ്റ്സിയ വാഗമണിക. പേരെന്ന് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ലിറ്റ്സിയ വാഗമണിക എന്നാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആര്? ആദ്യത്തെ മലയാളി വനിത വയനാട്ടിൽ നിന്നുള്ള മിന്നുമണിയാണെന്ന് നമ്മൾ മുന്നേ പഠിച്ചായിരുന്നു. ദെൻ ഇപ്പം വീണ്ടും വനിതാ ക്രിക്കറ്റിലേക്ക് ഇന്ത്യക്കായിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി പോയി. അതാരാണ്? സജന സജീവനാണ്. അപ്പം സജന സജീവനാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോയ മറ്റൊരു മലയാളി, രണ്ടാമത്തെ മലയാളി വനിത. ആദ്യത്തെ മലയാളി വനിത ആരാണ്? നമ്മുടെ മിന്നു മണിയാണ്. 2024 നടക്കുന്ന 2020 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെ? ഒന്ന് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ്. ഇന്ത്യയിൽ നിന്ന് ആരാണ്? യുവരാജ് സിംഗ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് താരമായ ക്രിസ് ഗെയില്, ജമൈക്കൻ അത്ലറ്റായ ഉസൈൻ ബോൾട്ട്. ഈ 3 ആൾക്കാരാണ് 2024 നടക്കുന്ന 2020 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, 2020 ലോകകപ്പ് 2024 ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? യുവരാജ് സിംഗ് ആണ്. ഇനി ഉസൈൻ ബോൾട്ടാണ്, ജമൈക്കൻ അത്ലറ്റാണ്. ആര്? ഉസൈൻ ബോൾട്ട്. അപ്പോൾ അത്ലറ്റ് ആരെന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ അതാരാണ് ആൻസർ? ഉസൈൻ ബോൾട്ടാണ്. പിന്നെ അതുകൂടാതെ ക്രിസ് ഗെയിലും ഉണ്ട്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള 15 അംഗ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. ഈ 2020 ലോകകപ്പ് നടക്കുന്നത് എവിടെയൊക്കെയാണ്? വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 15 അംഗ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. എല്ലാ വർഷവും ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് മെയ് 1-നാണ്. മെയ് 1-നാണ് നമ്മുടെ ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഇതിങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ 2024 ലോക തൊഴിലാളി ദിന പ്രമേയം എന്താണ്? മോട്ടോ ഓഫ് വേൾഡ് ലേബർ
ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു എന്നതാണ് 2024 ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം. മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു. എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ഇൻ എ ചേഞ്ചിങ് ക്ലൈമറ്റ് എന്നതാണ്. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് KB പ്രൈം. എന്താണ് KB പ്രൈം? KB എന്ന് വെച്ചാൽ കേരള ബാങ്ക്. അതായത് കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ്റെ പേരാണ് KB പ്രൈം എന്നത്. 2024 ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 2024 ലോക അത്ലറ്റിക്സിൻ്റെ അണ്ടർ 20 വയസ്സിന് താഴെയുള്ള ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ലിമയാണ്. ലിമ സ്ഥിതി ചെയ്യുന്നത് പെറുവിലാണ് ലിമ സ്ഥിതി ചെയ്യുന്നത്. 2024 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പാണ്. അത് ലിമ പെറുവിലാണ്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ് ആണ്. എവിടെയാണ്? ദുബായ് ആണ്. ഇന്ത്യൻ വനിതാ നാവികരുടെ ആദ്യ ലോക സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത ആരാണ്? ഇന്ത്യൻ വനിതാ നാവികരുടെ ആദ്യ ലോക സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിതയാണ് ലഫ്റ്റനന്റ് കമാൻഡർ K. ദിൽന. ആരാണ്? K. ദിൽന. മറക്കരുത്, K. ദിൽന. ഇവർ പോകുന്ന പായ് കപ്പലിൻ്റെ പേര് തരണി എന്നാണ്. പായ് കപ്പലിൻ്റെ പേര് തരണി എന്നാണ്. ആ ലഫ്റ്റനന്റ് കമാൻഡറിൻ്റെ പേര് K. ദിൽന എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം അംഗീകരിച്ച തുറമുഖമാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടാനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് പ്രതിബിംബ്. അപ്പോൾ പ്രതിബിംബ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് പ്രതിബിംബ്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിനാണ്. ആരാണ്? ഡോക്ടർ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ പോൾ മണലിലാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായത് അബുദാബിയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായത് അബുദാബിയാണ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിൻ്റെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടി ടാഡിഗ്രേഡാണ് ബാറ്റിലിപ്സ് ചന്ദ്രയാനി. എന്താണ്? ബാറ്റിലിപ്സ് ചന്ദ്രയാനി. കൊച്ചിൻ കുസാറ്റിൻ്റെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം വെള്ളത്തിലുള്ള കരടി ടാഡിഗ്രേഡ് എന്ന് പറയും. ഇതാണ് ബാറ്റിലിപ്സ് ചന്ദ്രയാനി. ഈ ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്ന് പേരിടാൻ ഒരു കാരണമുണ്ട്. ചന്ദ്രയാൻ ദൗത്യത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ സൂക്ഷ്മജീവിക്ക് ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്ന പേര് നൽകിയത്. ഇത് കിട്ടിയത് തമിഴ്നാട്ടിലെ മണ്ഡപത്മം തീരത്ത് നിന്നാണ് ഈ ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്ന ജലകരടിയെ കണ്ടെത്തിയത്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്തായ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരമാണ്. അപ്പോൾ എന്താണ് റെയിൻബോ ബൂത്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്താണ് റെയിൻബോ ബൂത്ത്. ഇതൊരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരമാണ്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണെന്ന് പരാമർശിച്ച ഹൈക്കോടതി ഏതാണ്? മുംബൈ ഹൈക്കോടതിയാണ്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണെന്ന് പരാമർശിച്ച ഹൈക്കോടതിയാണ് ഏത്? മുംബൈ ഹൈക്കോടതി.
അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അപ്പം എന്താണ് സ്നേഹപൂർവം പദ്ധതി? ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മരണമടഞ്ഞിട്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹിക സുരക്ഷാ മിഷൻ, അത് ആരാണെന്ന് ഓർമ്മിച്ചിരിക്കുക, സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അടുത്ത ചോദ്യം, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ്. ആരാണ്? സന്തോഷ് കുമാർ യാദവ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി ആരാണ്? നോർമൻ ബോർലോഗ് അവാർഡ് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, പിതാവാണ് നോർമൻ ബോർലോഗ്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട അവാർഡാണ് നോർമൻ ബോർലോഗ് അവാർഡ്. ഇത് 2023 ലഭിച്ചത് ഒരു ഇന്ത്യക്കാരിക്കാണ്, സൗദി നായക്കിനാണ്. ഈ സൗദി നായക് സീഡ് ലേഡി അഥവാ ബിഹാന ദീദി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സീഡ് ലേഡി അഥവാ ബിഹാന ദീദി എന്നറിയപ്പെടുന്നത് സൗദി നായക്. ഈ സൗദി നായക്കിനാണ് 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ചത്. സൗദി നായക് വികസിപ്പിച്ചെടുത്ത നെല്ലിനത്തിന്റെ പേരാണ് ഷഹഭാഗി. എന്താണ്? ഷഹഭാഗി. അപ്പൊ ഷഹഭാഗി എന്ത് തരം വിളയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷഹഭാഗി എന്നതൊരു നെല്ലിനമാണ്. ഈ നെല്ലിനം വികസിപ്പിച്ചെടുത്തത് ആരാണ്? സ്വാതി നായക്കാണ്. ബിഹാന ദീദി അല്ലെങ്കിൽ സീഡ് ലേഡി എന്നാണ് സ്വാതി നായക്ക് അറിയപ്പെടുന്നത്. ഈ നെല്ലിനം, ഷഹഭാഗി എന്ന നെല്ലിനം ഒഡീഷയിലെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലാണ് പരീക്ഷിച്ചത്. അടുത്ത ചോദ്യം, 2024 ഏപ്രിൽ 26 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രമേയമായി ഓട്ടം തുള്ളൽ അവതരണം പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏത്? ഇടുക്കിയാണ്. 2024 ഏപ്രിൽ 26 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രമേയമായിട്ട് ഓട്ടം തുള്ളൽ അവതരണം നടത്തിയത് ഇടുക്കിയാണ്. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബില്ല് പാസാക്കിയ രാജ്യം അമേരിക്കയാണ്. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്ക. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം, 2024 നടക്കുന്ന 50ാമത്, എത്രാമതാണ്? 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. ഈ 50 ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.